നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഏറ്റവും പുതിയ മോഡൽ സ്വിഫ്റ്റ് എടുക്കാൻ വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഏത് വേരിയന്റ് എടുക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? കാരണം ഒരുപാട് വേരിയൻസ് ഉണ്ട്. നോർമലി LXi, VXi, ZXi, ZXi പ്ലസ് ഈ ഒരു 4 വേരിയൻസ് ആണ് മെയിൻലി വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇതിൽ തന്നെ കുറച്ച് ഓപ്ഷൻസും കൂടെ വരുന്നുണ്ട്. അതായത് VXi ഓപ്ഷനിൽ ബ്ലിസ് എന്നൊക്കെ പറയുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഉള്ള മോഡൽസും കൂടെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് മോഡൽ എടുക്കണം, ഏതാണ് നമ്മുടെ ബഡ്ജറ്റിൽ വരുന്ന വേരിയന്റ്? അതായത് ഓരോ വേരിയൻസിലും LXiയിൽ, VXi, ZXi ഇതിലൊക്കെ ഓരോ വേരിയൻസിലും വരുന്ന ഫീച്ചേഴ്സും ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് ഏത് എടുക്കുന്നതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നും കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ അറിയാൻ സാധിക്കും. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Tech. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ LXi, അതായത് ബേസ് വേരിയന്റ് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ബേസ് വേരിയന്റിൽ വരുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹാലജൻ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്, അതായത് ഇപ്പം പ്രൊജക്ടറിന്റെ കാലഘട്ടം നമുക്കറിയാം. എന്നാൽ ഹാലജൻ ആണ് വരുന്നത്. അതായത് നമുക്ക് ഹാലജൻ ബൾബ് മാറി വേണമെങ്കിൽ LED ഫിറ്റ് ചെയ്യാനൊക്കെ സാധിക്കും കേട്ടോ. അങ്ങനെയാകുമ്പോൾ ഹാലജൻ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. LED റിയർ കോമ്പിനേഷൻ ലൈറ്റ്, അതായത് LED റിയർ കോമ്പിനേഷൻ ലൈറ്റ് ആണ് വരുന്നത്. സൂപ്പറാണ്. കാരണം എല്ലാ വേരിയൻസിലും ടോപ്പ് വേരിയന്റ് തൊട്ട് ബേസ് വേരിയന്റ് വരെ എല്ലാത്തിലും സെയിം ടെയിൽ ലൈറ്റ് തന്നെയാണ് വരുന്നത്. അതും നല്ലൊരു ഫീച്ചറാണ്. 14 ഇഞ്ചിന്റെ സ്റ്റീൽ വീലാണ് വരുന്നത്. അതായത് അലോയോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല, സ്റ്റീൽ വീൽ മാത്രമാണ് കിട്ടുന്നത്. ബോഡി കളേർഡ് ബമ്പേഴ്സ്, നല്ല കാര്യം. പണ്ട് സ്റ്റാൻഡേർഡ് വേരിയൻസിന് കിട്ടുന്നില്ലായിരുന്നു. ഇപ്പോൾ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞൊരു വേരിയന്റ് ഇല്ല. LXi തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതുകൊണ്ട് അതിന് കിട്ടുന്നുണ്ട്. റൂഫ് ആൻറ്റിന വരുന്നുണ്ട്, കോമൺ ആണ്. ടാക്കോമീറ്റർ അവൈലബിൾ ആണ്, നല്ലൊരു കാര്യം. കാരണം പണ്ടത്തെ സ്വിഫ്റ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇതിന്റെ തൊട്ട് പുറകുള്ള ജനറേഷൻ സ്വിഫ്റ്റിന് ടാക്കോമീറ്റർ ഇല്ലായിരുന്നു. ഒറ്റ മീറ്റർ കാണാൻ വൃത്തികേടായിരുന്നു. ടു ബി വെരി ഫ്രാങ്ക്, അത് ഭയങ്കര വൃത്തികേടായിരുന്നു. എന്നാൽ ഇപ്പം വരുന്നതിന് ടാക്കോമീറ്ററും കൂടെ വരുന്നുണ്ട്. കാണാനൊരു ഭംഗിയുണ്ട്. അതായത് എല്ലാവർക്കും ഒരു കോമൺ സെഗ്മെന്റ് ആയിട്ട് തന്നെ, അല്ലെങ്കിൽ എല്ലാവർക്കും കണ്ടു കഴിഞ്ഞാൽ ഒരേ കോമൺ ഫീച്ചർ പോലെ പോട്ടെ എന്നുള്ള രീതിക്കാണ് ടാക്കോമീറ്ററും കൂടെ കൊടുത്തിരിക്കുന്നത്. മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ, ഒരു ചെറിയ ഡിസ്പ്ലേ വരുന്നു എന്ന കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്ന ഒരു മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ആൻഡ് റിയർ ബോട്ടിൽ ഹോൾഡേഴ്സ്, വലിയ കാര്യമാണ്. ഓക്കെ, ഓട്ടോ റിട്ടീസ് കുഴപ്പമില്ല. സൈഡ് കർട്ടൻ എയർ ബാഗ്സ് ഇപ്പം മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. 6 എയർ ബാഗ്സ് മസ്റ്റായിട്ടും എല്ലാ വാഹനത്തിനും വേണമെന്നുള്ളത്. അതുകൊണ്ടാണ് ഇപ്പം സൈഡ് ആൻഡ് കർട്ടൻ എയർ ബാഗ്സ് വരുന്നതിൻ്റെ കാര്യം. അതായത് ഫ്രണ്ട് റൈറ്റും ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലും സീറ്റിന്റെ സൈഡിലും ടോപ്പിലെ 2 സൈഡിലായിട്ടും നമുക്ക് കർട്ടൻ എയർ ബാഗ്സ് അവൈലബിൾ ആണ്. ഡ്യുവൽ ഫ്രണ്ട് എയർ ബാഗ്സ്, ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സൈഡ് നേരത്തെ തൊട്ട് എല്ലാ വാഹനത്തിനും വന്നുകൊണ്ടിരുന്നുണ്ട്, ഞാൻ എടുത്ത് പറയുന്നില്ല. ABS ആൻഡ് EBD, ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം വിത്ത് ഇലക്ട്രിക്കലി ബ്രേക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും അവൈലബിൾ ആണ്, നല്ലൊരു കാര്യമാണ്. ESP അവൈലബിൾ ആണ്. ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ഇതൊക്കെ ബേസ് വേരിയന്റിലാണ്. ഓർത്തോണം, ബേസ് വേരിയന്റിലാണ് ഇതെല്ലാം നമുക്ക് കിട്ടുന്നത്. ഹിൽ ഹോൾഡ് വരെ കിട്ടുന്നുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് കിട്ടുന്നുണ്ട്, നല്ലൊരു ഓപ്ഷനാണ്. ഫ്രണ്ട് സീറ്റ് ബെൽറ്റ് വിത്ത് പ്രീ ടെൻഷനർ ആൻഡ് ഫോഴ്സ് ലിമിറ്റർ, ഇത് ശരിക്കും ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നമ്മളെ പിടിച്ച് വലിക്കാൻ വേണ്ടി, അതായത് ആദ്യം ഒന്ന് ഫ്രീ ആക്കാനും പിന്നെ ഒന്ന് പിടിച്ച് വലിച്ച് സീറ്റിൽ ഇരുത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. അതും ബേസ് വേരിയന്റ്, നല്ലൊരു കാര്യം. ഇതെല്ലാം സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ്. ISO ഫിക്സ് വിത്ത് ചൈൽഡ് സീറ്റ്, ഓക്കെ, ആങ്കേഴ്സ് എല്ലാം കൂടെ വരുന്ന നോർമൽ. സ്പീഡ് സെൻസിങ് ഓട്ടോമാറ്റിക് ഡോർ ലോക്സ്, അപ്പം നമുക്ക് ലോക്സ് അവൈലബിൾ ആണ് സ്പീഡായിട്ട്. അതായത് ഒരു 20 കിലോമീറ്റർ സ്പീഡിന് മേലോട്ട് പോകുന്ന സമയത്ത് വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആവുന്നതായിരിക്കും. സീറ്റ് ബെൽറ്റ് റിമൈൻഡർ വിത്ത് ബസർ, കോമൺ ആണ്. സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ കാണിക്കും. എഞ്ചിൻ ഇമ്മൊബിലൈസർ, അത് വേറെ കീയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ഹൈ സ്പീഡ് അലേർട്ട്, അതായത് ഒരു 80 കിലോമീറ്റർ അബോവ് പോകുന്ന സമയത്ത് സ്പീഡിൻ്റെ വാർണിംഗ് ലൈറ്റ് അല്ലെങ്കിൽ സ്പീഡിൻ്റെ വാർണിംഗ് ബസർ സൗണ്ട് കേൾക്കുന്നതായിരിക്കും. വാർണിംഗ് ലൈറ്റ് ഓർ റിമൈൻഡർ ഓഫ് ഫ്യൂവൽ, ലോ ഫ്യൂവൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നതായിരിക്കും. ഡിജിറ്റൽ എയർ കണ്ടീഷൻ വിത്ത് പാനൽ ഇലൂമിനേഷൻ, മാനുവൽ കുഴപ്പമില്ല. മാനുവലായിട്ടാണെങ്കിൽ പോലും നമ്മുടെ പഴയ റോട്ടറി നോബും കാര്യങ്ങളൊക്കെ മാറിയത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്കത് ഡിജിറ്റലായിട്ട് കാണാൻ സാധിക്കും. കീലെസ് എൻട്രി സിസ്റ്റം വരുന്നുണ്ട്, അതായത് സെൻട്രൽ ലോക്ക് അവൈലബിൾ ആണ്. സെൻട്രൽ ഡോർ ലോക്കിംഗ്, യെസ്, ഇപ്പം നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഓട്ടോ അപ്പ് ഓർ ഡൗൺ പവർ വിൻഡോസ് വിത്ത് ആൻറ്റി പിഞ്ചിങ് ഡ്രൈവർ സൈഡ്, നല്ലൊരു ഓപ്ഷനാണ്. കാരണം 4 ഡോർ പവർ വിൻഡോ വന്നിട്ടുണ്ട്, അതും ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. കാരണം ഇതിന് മുമ്പുള്ള ജനറേഷനിൽ നമുക്ക് ഇല്ലാതെ പോയൊരു കാര്യമാണ്. ബേസ് വേരിയന്റിൽ പവർ വിൻഡോസ് ആകെപ്പാടെ ഫ്രണ്ടിലും ഇല്ല, ബാക്കിലും ഇല്ല, ഒന്നിലും ഇല്ല. അത് കൈകൊണ്ട് കറക്റ്റ് വന്നു. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ആൻറ്റി പിഞ്ചിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. അതായത് ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ വരുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ എപ്പോഴെങ്കിലും കയ്യോ വല്ല അറിയാതെ ഇടയ്ക്ക് വെച്ച് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലോഡ് വരുമ്പം തന്നെ അത് താഴ്ന്നു പൊക്കോളൂ. അതിനാണ് ഈ ആൻറ്റി പിഞ്ചിങ് എന്ന് പറയുന്നൊരു ഫീച്ചർ പറയുന്നത്. പവർ ആൻഡ് ടിൽറ്റ് സ്റ്റിയറിംഗ്, അതായത് പവർ സ്റ്റിയറിംഗ് ആണ്, ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതും നല്ല കാര്യമാണ്. നേരത്തെ മോഡൽസിന് ഇല്ലായിരുന്നു. മാനുവലി അഡ്ജസ്റ്റബിൾ ഔട്ട്സൈഡ് റിയർ വ്യൂ മിറർ, അതായത് മാനുവലായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇലക്ട്രിക് ബാക്ക് ഡോർ ഓപ്പണർ, അതായത് ബാക്കിലത്തെ ഡോറിന് സ്വിച്ച് വരുന്നുണ്ട്, അതും നല്ലൊരു കാര്യമാണ്. പണ്ടൊക്കെ കേബിളും വലിച്ചൊക്കെ പോകുന്നതിന് പകരം ഈ ഒരു ഫംഗ്ഷൻ നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. റിയർ ഡിഫോക്കസ് അവൈലബിൾ ആണ്. ബേസ് വേരിയന്റ് ആണെന്ന് ഓർത്തോണം. അഡ്ജസ്റ്റബിൾ ഫ്രണ്ട് സീറ്റ് ഹെഡ് റെസ്റ്റ്,
ഹെഡ് റെസ്റ്റ് വന്നു, നല്ല കാര്യം. ഇതിൻ്റെ തൊട്ട് പുറയുള്ള ജനറേഷൻ്റെ വാഹനം നമുക്കറിയാം, നമുക്ക് ഹെഡ് റെസ്റ്റ് അവൈലബിൾ അല്ലായിരുന്നു. ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ്, ഇതും നല്ല ആവശ്യമുള്ളൊരു ഫീച്ചേഴ്സാണ്. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് എടുത്ത് പറയാൻ പറ്റുന്ന ഫീച്ചേഴ്സ് LXi വേരിയൻറ്റിൽ വരുന്നത്. ഇനി പ്രൈസ് നോക്കിയാലോ, ഇനി ഞാൻ ഓൺ റോഡ് പ്രൈസ് തന്നെ പറഞ്ഞേക്കാം. ഈ ഓൺ റോഡ് പ്രൈസിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. ആദ്യം ഏതായാലും എല്ലാവരും പറയുന്ന പോലെ എക്സ് ഷോറൂം പ്രൈസും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഇനി അത് പറഞ്ഞില്ലെന്നോ വേണ്ട. എക്സ് ഷോറൂം പ്രൈസ് വരുന്ന 6,49,000 രൂപയാണ്. എന്നാൽ ഈ ഡിസംബറിൽ നിങ്ങൾ എടുക്കുകയാണെന്നുള്ളത്, അതായത് ഈ ഒരു മാസം, ഇപ്പം ഞാനിത് ചെയ്യുന്ന ഡിസംബറിലാണ്, ഈ ഡിസംബർ ഇയർ എൻഡിങ് ആയതുകൊണ്ട് നിങ്ങളിതിപ്പോൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് അതിനകത്ത് ഓഫർ കിട്ടുന്നത് 60,000 റുപ്പീസിൻ്റെ ആക്സസറീസ് കിട്ടും. അതായത് നിങ്ങൾക്ക് ഇപ്പം ബ്ലിസ് എന്ന് പറയുന്നത്, അതായത് VXi മോഡൽ തൊട്ട് ബ്ലിസ് എന്ന് പറയുന്ന ഒരു അഡീഷണൽ ഫീച്ചേഴ്സ് എല്ലാം ആഡ് ചെയ്തൊരു കിറ്റും കൂടെ നമുക്ക് വരുന്നുണ്ട്. ആ ഒരു കിറ്റും കൂടെ നമുക്ക് LXi ഓപ്ഷനിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 60,000 റുപ്പീസ്, അതായത് 60,000 രൂപ വില വരുന്ന ആ ഒരു കിറ്റ്, ആ ഒരു കിറ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്നുള്ളത് ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അതിനകത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്തൊക്കെ ഫീച്ചേഴ്സാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് അതിനകത്ത് ആഡ് ഓൺസ് ആയിട്ട് കിട്ടുന്നത്, LXiക്കകത്ത് ഇല്ലാത്തത് എന്തൊക്കെ നമുക്ക് ആ ഫീച്ചർ വഴി കിട്ടുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതിന് 60,000 രൂപ നിങ്ങൾക്ക് കുറവ് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് 60,000 രൂപ കുറച്ച് മേടിക്കാം, അല്ലെങ്കിൽ ഓൺ റോഡ് പ്രൈസിൽ നിന്നും 50,000 രൂപ നിങ്ങൾക്ക് ക്യാഷ് ഡിസ്കൗണ്ട് കിട്ടും. അതായത് അത്രയും കുറച്ചടച്ചാൽ മതി. ആ ഒരു പേയ്മെൻറ്റ് വെച്ച് ഞാൻ പറയാം. ഇനി നിങ്ങൾക്ക് അതല്ല വേണ്ടത്, നിങ്ങൾക്ക് ഇപ്പം ആക്സസറീസ് മതി എന്നുണ്ടെങ്കിൽ ആക്സസറീസ് എടുക്കാം, പക്ഷേ 50,000 രൂപ അവിടെ കുറയത്തില്ല. ഇപ്പം 50,000 രൂപ കുറച്ചിട്ടുള്ള എമൗണ്ട് ഞാൻ പറഞ്ഞുതരാം. 7,23,000 രൂപ നിങ്ങൾക്ക് LXi വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ വരുന്നുണ്ട്. ഇപ്പം ശരിക്കും ഞാൻ ഇതിനകത്ത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കൂടി ഞാൻ പറഞ്ഞുതരാം. പണ്ട് LXi വേരിയൻറ്റിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് എത്രയാണെന്ന് അറിയാം. ഇത്രയും കൂടെ ഫീച്ചേഴ്സ് വന്നപ്പം പ്രൈസ് കയറിയിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം 7,23,000 എന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ ഒരു ജനറേഷൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. അതായത് ഒരു VXi അടുപ്പിച്ചെടുക്കുന്ന ഒരു പ്രൈസ് തന്നെ നമുക്കിപ്പോൾ LXi എടുക്കുമ്പോൾ വരുന്നുണ്ട്. പക്ഷേ ഫീച്ചേഴ്സും ഏറെക്കുറെ സെയിം തന്നെയാണ് നമുക്ക് വരുന്നത്. അതായത് ഫീച്ചേഴ്സിന് വേറെ മാറ്റമോ കാര്യങ്ങളോ തന്നെ അവിടെ വരുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അതാണ് എടുത്ത് പറഞ്ഞത്. കാരണം VXiക്കകത്ത് നമുക്ക് നേരത്തെ വന്നുകൊണ്ടിരുന്ന ഏകദേശം എല്ലാം ഫീച്ചേഴ്സ് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. സ്റ്റീരിയോ ഒന്നും ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു പ്രൈസ് ഡിഫറൻസ് ആണ് എനിക്ക് തോന്നി. ജസ്റ്റ് എൻ്റെ മനസ്സിലൊരു കാര്യം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. 7,23,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് LXi വേരിയൻറ്റ് കിട്ടും. അതും 50,000 രൂപ ഡിസ്കൗണ്ട് കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് ഞാൻ ഈ പറഞ്ഞത്. ഈ വാഹനം എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട ആളുടെ നമ്പറും കൂടെ ഞാൻ ഇതിൽ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു തരുന്നതായിരിക്കും. സുജീഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത VXi വേരിയൻറ്റ് നോക്കാം. LXi ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. പക്ഷേ LXiയുടെ സെയിം ഫീച്ചേഴ്സ് തന്നെ നമുക്ക് അതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഫുൾ വീൽ കവേഴ്സ്, അതായത് നേരത്തെ സ്റ്റീൽ റിം ആയിരുന്നത് ഇപ്പോൾ വീൽ കവർ നമുക്ക് വന്നിട്ടുണ്ട്. സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ORVMൽ വരുന്നുണ്ട്, സെയിം തന്നെയാണ്. അതായത് നമ്മുടെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലെ മിറേഴ്സിൻ്റെ അവിടെ ഇൻഡിക്കേറ്റേഴ്സും കൂടെ വരുന്നുണ്ട്. ബോഡി കളേർഡ് ORVMs വിത്ത് ഡോർ ഹാൻഡിൽസും അപ്പോൾ പെയിൻറ്റഡ് ആയിരിക്കും. ഡോർ ഹാൻഡിൽസും നമുക്ക് കിട്ടുന്നുണ്ട്. ബോഡി കളർ ഔട്ട് സൈഡ്, ഡോർ ഹാൻഡിൽസ് പെയിൻറ്റഡ് ആണ്. ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ഡിസ്പ്ലേ, അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ്. ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ഡിസ്പ്ലേ വരുന്ന സമയത്ത് സാധാരണ ഓട്ടോമാറ്റിക് AC വരുന്നതാണ്. നോക്കാം നമുക്ക് അവൈലബിൾ ആണോ എന്നുള്ളത്. സൈഡ് ടെമ്പറേച്ചർ ഡിസ്പ്ലേ അവൈലബിൾ ഇൻ AMT ട്രാൻസ്മിഷൻ ഓഫ് VXi ആൻഡ് VXi ഓപ്ഷണൽ അവൈലബിൾ ഇൻ ഓൾ ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് ഇൻ ZXi പ്ലസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ പറഞ്ഞതിലൊരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട്. അതായത് VXi മോഡലിനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ കാണിക്കും, പക്ഷേ AMT വേരിയൻസിൽ മാത്രമാണ്. പക്ഷേ ZXi വേരിയൻറ്റ് നോർമൽ മാനുവൽ ട്രാൻസ്മിഷന് ഈ പറയുന്ന പോലെ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞേക്കാം. LXi വേരിയൻസിന് ഇല്ല, പക്ഷേ VXi വേരിയൻ്റ് എടുക്കുന്ന സമയത്ത് AMT വേരിയൻസിന് മാത്രം ഔട്ട്സൈഡ് ടെമ്പറേച്ചർ എത്രയുണ്ടെന്നുള്ളത് നമ്മുടെ വാഹനത്തിനകത്ത് ഇരുന്നുണ്ട് നമുക്കറിയാൻ പറ്റത്തില്ല. ഔട്ട്സൈഡ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചർ എത്രയുണ്ടെന്നുള്ളത് വാഹനത്തിനകത്തിരുന്ന് നമുക്കറിയാൻ സാധിക്കും. പക്ഷേ അത് VXi AMTക്ക് മാത്രമേ നമുക്കറിയാൻ സാധിക്കത്തുള്ളൂ. ZXi തൊട്ട് മാത്രം മാനുവൽ ട്രാൻസ്മിഷനുള്ള വാഹനത്തിൽ ഈ പറയുന്ന രീതിക്ക് എഴുതി കാണിക്കത്തുള്ളൂ. ഡ്രൈവർ സൈഡ് സൺ വൈസർ വിത്ത് ടിക്കറ്റ് ഹോൾഡേഴ്സ്. നമുക്ക് സൺ വൈസർ മറ്റേ LXi ആകുമ്പോഴത്തേക്കും താത്തു വെച്ച് അതിനകത്ത് സൈഡിലൊന്നും വെക്കാൻ പറ്റത്തില്ല, കവേഴ്സോ കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ ഒരു ടിക്കറ്റ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വലിയ ഇതായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല കേട്ടോ, ടു ബി വെരി ഫ്രാങ്ക്. ക്രോം പാർക്കിംഗ് ബ്രേക്ക് ലിവർ ടിപ്പ്, ഹാൻഡ് ബ്രേക്കിന്റെ ലിവറിന്റെ ടിപ്പ് നമുക്ക് സിൽവർ കളർ അല്ലെങ്കിൽ ക്രോം ഫിനിഷ് വരുന്നുണ്ട്. മറ്റേതിനാകുമ്പോൾ വെറും പ്ലാസ്റ്റിക് ആണ് വന്നുകൊണ്ടിരുന്നത്, മീൻസ് ബ്ലാക്ക് കളർ പ്ലാസ്റ്റിക് ആണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതും കാണാനൊരു ഗും. ഗിയർ ഷിഫ്റ്റ് നോബ് ഇൻ പിയാനോ ബ്ലാക്ക് ഫിനിഷ്, അത് ശരിക്കും നമ്മുടെ നേരത്തെ പഴയ മോഡൽ നമുക്ക് നോക്കിയാൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. പഴയ LXi വേരിയൻസിലൊക്കെ വരുന്ന പോലെ നോർമൽ ടൈപ്പ് ഗിയർ ലിവറിന്റെ നോബും ഇത് പിയാനോ ബ്ലാക്ക് ഫിനിഷ് അതിന്റെ ചുറ്റും വരുന്നുണ്ട്. ആ ഒരു കാണാനൊരു ഗ്ലോസി ഫീലും നമുക്ക് കിട്ടുന്നുണ്ട്. റിയർ പാർസൽ ട്രേ അവൈലബിൾ ആണ്.
സെക്യൂരിറ്റി അലാറം സിസ്റ്റം ഡോർ ആൻഡ് ഹുഡിൽ വരുന്നുണ്ട്. മാനുവൽ ഡേ ആൻഡ് നൈറ്റ് അഡ്ജസ്റ്റബിൾ ഇൻസൈഡ് റിയർ വ്യൂ മിറേഴ്സ്. സ്മാർട്ട് പ്ലേ പ്രോ 17.8 സെന്റിമീറ്റർ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. അതായത് സ്റ്റീരിയോ വരുന്നത് VXI വേരിയന്റ് തൊട്ട് തന്നെയാണ്. പക്ഷേ VXI വേരിയന്റ് അല്ലാതെ LXI വേരിയന്റിൽ നിങ്ങൾക്ക് സ്റ്റീരിയോ കിട്ടുന്നുണ്ട്. എങ്ങനെയാണെന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലിസ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷണൽ വേരിയന്റ് ആണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അത്രയും കിറ്റ് നമുക്ക് ആഡ് ചെയ്യാം. അതായത് ഒരു 60,000 രൂപയുടെ ആക്സസറീസിനകത്ത് നിങ്ങൾക്ക് ഒരു സ്റ്റീരിയോ അവൈലബിൾ ആണ്. കൺഫേം ആക്കി നോക്കിക്കോളുക. പിന്നെ ഓൺ ബോർഡ് വോയിസ് അസിസ്റ്റും കൂടെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഓവർ ദ എയർ OTA സിസ്റ്റം അപ്ഗ്രേഡ് യൂസിങ് സ്മാർട്ട് ഫോൺസ്. നമ്മുടെ സ്റ്റീരിയോയിൽ തന്നെ വരുന്ന അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് ആപ്പിൾ കാർപ്ലേ നമുക്ക് കിട്ടുന്നുണ്ട്. മൗണ്ടഡ് ഓഡിയോ ആൻഡ് കോളിംഗ് ഫംഗ്ഷൻസ് നോർമൽ. ഇതൊക്കെ നേരത്തെ വന്ന മോഡൽസിനൊക്കെ തന്നെ ഉണ്ടായിരുന്നതാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. FM ആൻഡ് AM USB ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, 4 സ്പീക്കേഴ്സ് അവൈലബിൾ ആണ്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഔട്ട്സൈഡ് റിയർ വ്യൂ മിറർ. നല്ല കാര്യം. ഫോൾഡിംഗ് അവൈലബിൾ അല്ല, പക്ഷേ ഇലക്ട്രിക്കലി നമുക്ക് വാഹനത്തിനകത്ത് ഇരുന്ന് തന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു VXI വേരിയന്റിൽ കിട്ടുന്നത്. ഇനി ഇതിന്റെ പ്രൈസും കൂടെ ഒന്ന് നോക്കിയേക്കാം. എക്സ് ഷോറൂം പ്രൈസ് വരുന്ന സമയത്ത് 7,29,000 രൂപ വരുന്ന ഈ വാഹനം ഓൺ റോഡ് വരുന്ന സമയത്ത് ഓഫർ പ്രൈസ്, അതായത് ഓഫർ കുറയുന്ന ക്യാഷിൽ നിങ്ങൾക്ക് ഓഫർ വേണമെന്നുണ്ടെങ്കിൽ 40,000 രൂപയാണ് നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിൽ കുറവ് കിട്ടുന്നത്. 8,27,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതായത് ഒരു VXI വാഹനം എടുക്കണമെങ്കിൽ 8,27,000 രൂപ നിങ്ങൾക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. അതല്ലാതെ നിങ്ങൾക്ക് ഇത് വേണ്ട ഒരു 50,000 രൂപയുടെ ആക്സസറീസ് കിട്ടും. ആ ആക്സസറീസിന്റെ ലിസ്റ്റും കൂടെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഓക്കെ, ഇനി VXI ഓപ്ഷനിൽ എന്തൊക്കെയാണ് നമുക്ക് വരുന്നത് എന്നുള്ളത് നോക്കാം. VXIയുടെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വരുന്നുണ്ട്. എഞ്ചിൻ പുഷ് സ്റ്റാർട്ട് സ്വിച്ച് വിത്ത് സ്മാർട്ട് കീ, നല്ലൊരു ഓപ്ഷനാണ്. അതായത് പുഷ് സ്റ്റാർട്ട് നമുക്ക് VXI ഓപ്ഷനിൽ തൊട്ട് വരുന്നുണ്ട്. ഇലക്ട്രിക്കലി ഫോൾഡബിൾ ഔട്ട്സൈഡ് റിയർ വ്യൂ മിറേഴ്സ്, അതായത് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യുന്ന മോഡൽ നമുക്ക് അവൈലബിൾ ആണ്. സുസുക്കി കണക്ട് VXI ഓപ്ഷനിൽ തൊട്ട് നമുക്ക് അവൈലബിൾ ആണ്. എമർജൻസി അലേർട്സ് അതും നമുക്ക് കിട്ടുന്നുണ്ട്. ബ്രേക്ക് ഡൗൺ നോട്ടിഫിക്കേഷൻസ് നല്ലൊരു കാര്യമാണ് കേട്ടോ. സ്റ്റോളൻ വെഹിക്കിൾ നോട്ടിഫിക്കേഷൻ ആൻഡ് ട്രാക്കിംഗ്, സുസുക്കി കണക്ട് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ വരുന്നത്. ടോ എവേ ആൻഡ് ട്രാക്കിംഗ്, ജിയോ ഫെൻസിങ്, ടൈം ഫെൻസ്, വാലറ്റ് അലേർട്ട്, ട്രിപ്പ് സമ്മറി, ഡ്രൈവിംഗ് ബിഹേവിയർ, ഷെയർ ട്രിപ്പ് ഹിസ്റ്ററി, ഏരിയ ഗൈഡൻസ്, വെഹിക്കിൾ ലൊക്കേഷൻ ഷെയറിംഗ്, ഓവർ സ്പീഡിംഗ്, സീറ്റ് ബെൽറ്റ്, AC ഐഡ്ലിങ്, ട്രിപ്പ് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും, ലോ ഫ്യൂവൽ, ലോ റേഞ്ച്, ഡാഷ്ബോർഡ് വ്യൂ, ഡോർ ലോക്ക് ക്യാൻസൽ ലോക്ക്, ഹസാർഡ് ലൈറ്റ് ഓൺ ഓഫ്, അലാറം, ഇമ്മൊബിലൈസർ റിക്വസ്റ്റ്, ബാറ്ററി ഹെൽത്ത്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ പറയുന്ന VXI ഓപ്ഷനിൽ, ഇത് ശരിക്കും ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം വരുന്നത് സുസുക്കി കണക്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ 90% ഫീച്ചേഴ്സും അതിനകത്ത് നമുക്ക് കവർ ആകുന്നത്. അപ്പോൾ VXI ഓപ്ഷനിൽ വലുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് എടുത്ത് പറയാൻ പറ്റുന്ന ഈ സുസുക്കി കണക്റ്റും പിന്നെ ഈ പറയുന്ന പുഷ് സ്റ്റാർട്ടുമാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസും കൂടെ നമുക്ക് നോക്കിയാൽ എന്ത് വ്യത്യാസം നമുക്ക് പ്രൈസിൽ വരുന്നുണ്ട്. VXI ഓപ്ഷനിൽ വരുന്ന സമയത്ത് 8,59,000 രൂപയാണ് വരുന്നത്. ഇത് 40,000 രൂപ കുറഞ്ഞിട്ടുള്ളൊരു എമൗണ്ട് ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് 40,000 രൂപയുടെ ഓഫർ വേണ്ടെങ്കിൽ 40,000 രൂപയുടെ ഇതിൽ കയറും. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആക്സസറീസ് നമുക്ക് എടുക്കാൻ സാധിക്കും. അതായത് 50,000 രൂപ വർത്ത് വരുന്ന ആക്സസറീസ് നമുക്ക് എടുക്കാൻ സാധിക്കും. ഇനി അടുത്ത് നമുക്ക് ZXI നോക്കാം. കാരണം ഇതിനിടയ്ക്ക് 2-3 വേരിയൻസും കൂടെ വരുന്നുണ്ട്. VXIയുടെ CNG വേരിയൻറ്റ് കൂടെ വരുന്നുണ്ട്. അതിൻ്റെ പ്രൈസും കൂടെ ഞാനൊന്ന് പറഞ്ഞു പോയേക്കും. കാരണം CNG വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന VXI തൊട്ടാണ്. VXIയുടെ CNG വേരിയന്റ് വരുന്ന സമയത്ത് 9,25,000 രൂപയാണ് വരുന്നത്. അതിൽ 40,000 രൂപയുടെ ഓഫർ കഴിഞ്ഞിട്ടാണ് 9,25,000 രൂപ വരുന്നത്. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം ആസിറ്റീസ് ആണ് വരുന്നുണ്ട്. CNG ഫംഗ്ഷൻ വരുന്നുണ്ടെന്ന് മാത്രം ഇതിനകത്തുള്ളൂ. CNGക്കും ഓപ്ഷണൽ ഫംഗ്ഷൻ വരുന്നുണ്ട്. VXI നോർമൽ CNG, VXI ഓപ്ഷണൽ CNG വരുന്ന സമയത്ത് 9,56,000 രൂപ വരുന്നുണ്ട്. അതിൽ 40,000 രൂപ കുറഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ് പറയുന്നത്. ഇനി നമുക്ക് ZXI മാനുവലും AMTക്കും ഒക്കെ വരുന്ന ഫീച്ചേഴ്സ് ഒന്ന് ജസ്റ്റ് നോക്കാം. അതിൽ ഫസ്റ്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്. അതായത് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് നമുക്ക് എല്ലാത്തിലും പ്രൊജക്ടർ വേരിയന്റ് ആണ് വരുന്നത്. പക്ഷേ VXI ഓപ്ഷനിൽ വരെ നമുക്ക് കിട്ടുന്നത് ഹാലജൻ, അതായത് നോർമൽ ബൾബാണ് അതിനകത്ത് വരുന്നത്. അത് മാറ്റി നമുക്ക് വേണമെങ്കിൽ LED ആക്കാം. പക്ഷേ കമ്പനിയുടെ ആ ഒരു രീതി അല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ ZXI തൊട്ട് നമുക്ക് കിട്ടുന്നത് LED പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്, പെയിന്റഡ് അലോയ്സ് ആണ് വരുന്നത്. ലഗേജ് റൂം ലൈറ്റ്, അതായത് ഡിക്കിക്കകത്ത് നമുക്ക് ലൈറ്റ് വരുന്നുണ്ട്. ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റർ വരുന്നുണ്ട്. VXIക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഫീച്ചറാണ് ഇപ്പോൾ എടുത്ത് കളഞ്ഞു, ഓപ്ഷനിൽ പോലും വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കം. 2 ട്യൂട്ടേഴ്സ് വരുന്നുണ്ട്. വയർലെസ് ചാർജിങ് അവൈലബിൾ ആണ്. റിയർ വൈപ്പർ ആൻഡ് വാഷർ, പുറയിലത്തെ ഗ്ലാസ്സിൽ വൈപ്പറും വാഷറും വരുന്നുണ്ട്. ഓട്ടോ ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്. അതായത് ലീഡ് മീ ടു ഹോം, ഫോളോ മീ ഹോം, നല്ല ഓപ്ഷനാണ് കേട്ടോ. അത് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം ഇതിൻ്റെ ഒരു ആവശ്യം എന്താണെന്നുള്ള. ഓട്ടോ AC, അപ്പോൾ ഓട്ടോ AC സ്റ്റാർട്ട് ചെയ്യുന്നത് ZXI തൊട്ട് തന്നെയാണ്. ഡിജിറ്റൽ പാനൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റിയർ AC വെന്റ് വരുന്നുണ്ട്. അത് ജസ്റ്റ് വർക്കിംഗ് വെന്റ് അല്ല, ജസ്റ്റ് ആ എയർ ഫ്ലോ മാത്രമേ വരുന്നുള്ളൂ. അതിനകത്ത് വേറെ ബ്ലോവേഴ്സോ കാര്യങ്ങളൊന്നും അഡീഷണലും ഇല്ല.
അഡ്ജസ്റ്റബിൾ റിയർ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്, അതായത് പുറകിൽ ഹെഡ് റെസ്റ്റ് വന്നു തുടങ്ങി. നല്ലൊരു കാര്യം. 60-40 സ്പ്ലിറ്റ് സീറ്റ് അവൈലബിൾ ആണ്, അതായത് നമുക്ക് ലഗേജ് ഒക്കെ കൊണ്ടുപോകണമെങ്കിൽ കുറച്ചുകൂടെ എളുപ്പം ഉണ്ടായിരിക്കും. റിയർ USB പോർട്ട് ANC, അത് നല്ലൊരു ഫീച്ചറാണ്, ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. ഹെഡ്ലൈറ്റ്സ് ഓഫ് സൂക്കി കണക്ട്, അതായത് സൂക്കി കണക്ട് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഹെഡ്ലൈറ്റ് ഓഫ് ഓൺ ഒക്കെ ചെയ്യാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ZXi വാഹനത്തിന് നമുക്ക് കിട്ടുന്നത്, അഡീഷണൽ ആയിട്ട് കിട്ടുന്നത്. ഒരു ZXi വാഹനത്തിൻ്റെ പ്രൈസും കൂടെ നമുക്ക് നോക്കാം. 9,29,000 രൂപയാണ് ZXi വാഹനത്തിന് വരുന്നത്. അതിൽ 50,000 രൂപ കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് പറഞ്ഞത്. അതായത് ഇതിന് ആക്സസറീസ് നമുക്ക് വേറെ ഓപ്ഷനിലായിട്ട് ഒന്നുമില്ല, കാരണം ഇതിനകത്ത് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും വരുന്നുള്ളതുകൊണ്ട് ക്യാഷ് ഇതായിട്ട് തന്നെ നമുക്ക് 50,000 കുറവ് കിട്ടും. അങ്ങനെ 50,000 രൂപ കുറവ് കിട്ടിയിട്ടാണ് 9,29,000 രൂപ നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി ZXi പ്ലസ് നമുക്കൊന്ന് നോക്കാം, അതിൽ എന്തൊക്കെയാണ് അഡീഷണൽ ഫീച്ചേഴ്സ് വരുന്നത്. പ്ലസ് വരുമ്പോൾ ഏതായാലും കുറച്ചേറെ ഫീച്ചേഴ്സ് വരുമല്ലോ. ZXi പ്ലസ് അഥവാ ഓപ്ഷണൽ ഫീച്ചറിൽ വരുന്ന കാര്യങ്ങൾ: പ്രിസിഷൻ കട്ട് അലോയ്, നല്ല രീതി, അതായത് നമ്മുടെ ഒരു ഡയമണ്ട് കട്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിലുള്ള സംഗതി. ഫ്രണ്ട് ഫോഗ് ലാമ്പ് ZXi പ്ലസിനെ കിട്ടും. ലെതർ വാപ്ഡ് സ്റ്റിയറിംഗ് വീൽ, നല്ല സ്മൂത്താണ്. എനിക്ക് ആ ഒരു കാര്യം ഭയങ്കര ഇഷ്ടം. നമുക്ക് കൈ പിടിക്കാനൊക്കെ ഭയങ്കര ഒരു ഫീല് കിട്ടുന്നത് തന്നെയാണ് നമ്മുടെ ലെതർ വാപ്ഡ് സ്റ്റിയറിംഗ് വീല്. കളേർഡ് MID മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതായത് നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിനകത്ത് ഒരു മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ കളർ സ്ക്രീനിലുള്ള TFT സ്ക്രീനിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. വൈഡ് ആംഗിൾ റിയർ പാർക്കിംഗ് ക്യാമറാസ്, അതായത് പാർക്കിംഗ് ക്യാമറ നല്ല വൈഡ് ആംഗിൾ ഒരു ക്യാമറ കിട്ടും. പക്ഷേ അതൊരു പോരായ്മയാണെന്ന് ഞാൻ പറയും, കാരണം ഇപ്പോൾ ഡിസൈറൊക്കെ ഇറങ്ങിയപ്പോൾ അതിന് 4 ക്യാമറാസും കൊടുത്തു, അതായത് 360 ഡിഗ്രി കൊടുത്തിട്ട് സ്വിഫ്റ്റിന് കൊടുക്കാത്തത് ഒരു മോശമായി പോയെന്ന് വേണമെങ്കിൽ ഞാൻ എടുത്ത് പറയുന്നുണ്ട്. സെക്യൂരിറ്റി അലാറം സിസ്റ്റം ഓൺ ഡോർ ആൻഡ് ഹുഡ് വിത്ത് ഷോക്ക് സെൻസറും കൂടെ നമുക്ക് ഇതിനകത്ത് അഡീഷണൽ വരുന്നുണ്ട്. അതായത് ഒരു തട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ആരെന്തെങ്കിലുമൊക്കെ തട്ടോ വല്ലതൊക്കെ ചെയ്യുകയാണെങ്കിൽ അന്നേരം സൈറൻ അടിക്കുന്നതായിരിക്കും. സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ്, അതായത് 22.86 സെൻറ്റിമീറ്റർ ടച്ച് സ്ക്രീനാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡപ്പ് ഡിസ്പ്ലേ തന്നെയാണ് നമുക്കവിടെ വരുന്നത്. സറൗണ്ട് സെൻസ് പവർഡ് ബൈ ആർക്കമീസിൻ്റെ, അതായത് അതിൻ്റെ ഒരു സൗണ്ട് എഫക്റ്റ് നമുക്ക് നല്ല രീതിക്ക് കിട്ടുന്നതായിരിക്കും. ക്രൂയിസ് കൺട്രോൾ അവൈലബിൾ ആണ്. ഓട്ടോ ഫോൾഡിംഗ് ORVMS, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ഫോൾഡ് ആകുന്ന മിറേഴ്സ് ആണ് നമുക്ക് ഏറ്റവും ടോപ്പ് വേരിയൻറ്റിന് കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ZXi പ്ലസ്സിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടെ നമുക്ക് അഡീഷണൽ വരുമ്പോൾ അതിൻ്റെ പ്രൈസും കൂടെ നമുക്കൊന്ന് നോക്കാം. ZXi പ്ലസ് വരുന്ന സമയത്ത് 50,000 രൂപ കുറച്ച് 10,11,000 രൂപ, 10,11,000 റുപ്പീസാണ് നമുക്ക് ഒരു ZXi പ്ലസ് വേരിയൻറ്റ് വരുന്നത്. ഒരു വേരിയൻറ്റ് കൂടി ഇതിനകത്തുണ്ട്, അതായത് ഡ്യുവൽ ടോൺ, ZXi പ്ലസ് ഡ്യുവൽ ടോൺ. റൂഫിൽ നമുക്ക് കളർ മാറ്റി ഏത് വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് 17,000 രൂപയോളം അഡീഷണൽ കൊടുക്കണം. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇച്ചിരി നഷ്ടമാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ZXi ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം കൂടെ ഉണ്ട്. ZXiക്ക് CNG അവൈലബിൾ ആണ്, പ്ലസ്സിലല്ല, ZXi മോഡലിന് CNG അവൈലബിൾ ആണ്. അതിന് വരുന്ന സമയത്ത് 10,32,000 രൂപ വരുന്നുണ്ട്. അതിൽ 50,000 രൂപ കുറച്ച് കഴിയുമ്പോൾ 10,32,000 കിട്ടുന്നത് 10,82,000 ആണ്. 10,32,000 രൂപയ്ക്ക് ZXi CNG വേരിയൻ്റ് എടുക്കാൻ സാധിക്കുന്നു. ഇതിലേതാണ് ഏറ്റവും നല്ല, അല്ലെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഏത് വേരിയൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ സജഷനാണ് ഞാൻ ഈ പറയുന്നത്. അതായത് നിങ്ങൾ അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കുന്ന ഒരു വാഹനമാണെന്നുണ്ടെങ്കിൽ VXi ഓപ്ഷനിൽ എടുക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് എല്ലാ ഫീച്ചേഴ്സും, ഒരുവിധപ്പെട്ട എല്ലാ ഫീച്ചേഴ്സും VXi ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇനി അതല്ല, കുറച്ചുകൂടെ സാമ്പത്തികം മുടക്കാനുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഏകദേശം ഒരു 70,000 രൂപയൊക്കെ മുടക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ZXi വാഹനം എടുക്കാൻ സാധിക്കുന്നുണ്ട്. ZXi തന്നെ എല്ലാം ഉണ്ട്. ഇനി നിങ്ങൾക്ക് നല്ലൊരു വേരിയൻറ്റ് വേണം, കയ്യിൽ കാശുണ്ടെന്നുണ്ടെങ്കിൽ ZXi പ്ലസ് തന്നെ എടുക്കാനേ ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ അത്രയും ഫീച്ചേഴ്സ് നമ്മൾ യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ എപ്പോഴും ഒരു VXi ഓപ്ഷണൽ, അത് കുഴപ്പമില്ല. കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് അതിനകത്ത് കിട്ടുന്നുണ്ട്. ഇനി സീറ്റ് ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ആൾക്കാരോ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും VXi ഓപ്ഷനിലോട്ട് പോകല്, ZXiലോട്ട് ബുക്ക് ചെയ്യണം. അതിൽ പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് പിന്നീട് മാറ്റേണ്ടത്, കാരണം ക്യാമറാസ് കാര്യങ്ങളൊക്കെ നമുക്ക് അഡീഷണൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. വേറെ വലിയൊരു ബുദ്ധിമുട്ട് വരാനുള്ള ഒരു സെഗ്മെൻറ്റും അതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി നിങ്ങളുടെ അഭിപ്രായം കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരു കാര്യം കൂടെ ഞാൻ ഇതിനകത്ത് പറയാൻ വിട്ടുപോയിട്ടുണ്ട്, അതായത് AMT വേരിയൻറ്റിൻ്റെ പ്രൈസ്. കാരണം പലർക്കും സംശയം വരുന്നൊരു കാര്യമാണ് ഓട്ടോമാറ്റിക് വേരിയൻറ്റിൻ്റെ പ്രൈസ് പറഞ്ഞില്ല എന്നുള്ളത്. ഇപ്പോൾ പറഞ്ഞേക്കാം. VXi വരുന്ന സമയത്ത് VXi തൊട്ടേ നമുക്ക് AMT വേരിയൻസ് ഉള്ളൂ, LXiക്ക് ഇല്ല. VXi വരുന്ന സമയത്ത് നമുക്ക് 9,20,000 രൂപ വരുന്നുണ്ട്. അതിൽ നിന്നും 45,000 രൂപ നിങ്ങൾക്ക് ഓഫറിൽ കുറഞ്ഞ് കിട്ടുന്നതായിരിക്കും. ഇനി VXi ഓപ്ഷനിൽ എടുക്കാനുള്ള പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 9,60,000 വരും. അതിൽ നിന്നും 45,000 രൂപ നിങ്ങൾക്ക് കുറവ് കിട്ടും. ZXi എടുക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ 10,36,000 രൂപ വരുന്നുണ്ട് ZXi വരുന്ന സമയത്ത്. അതിൽ നിന്ന് 55,000 രൂപ കുറവ് കിട്ടും.
ZXi പ്ലസ് എടുക്കാനാണെങ്കിൽ 11,18,000 രൂപ വരുന്നുണ്ട്. അതിൽ 55,000 രൂപ നിങ്ങൾക്ക് കുറവ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ പ്രൈസ് റേഞ്ചിങ് വരുന്നത്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഏതൊക്കെ കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്, നിങ്ങൾക്ക് ലോണോ കാര്യങ്ങളൊക്കെ കിട്ടുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാൻ സാധിക്കും. ഇനി എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് കൂടെ രേഖപ്പെടുത്തിയേക്കുക.